സഹോദരങ്ങളെ, എന്താണ് നമുക്ക് തടസ്സം? എന്ത് തടസ്സമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഈ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് പരിഹാസങ്ങളും കുത്തുവാക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് എന്ന് തന്നെ കരുതുക. നമുക്ക് എന്ത് നഷ്ടമാണുള്ളത്? പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ. എന്ത് നഷ്ടമാണ് നമുക്കുള്ളത്? നാളെ ഒരു ദിവസം വരാനുണ്ട്. നാളെ അവർ നമ്മളെ എങ്ങനെ പരിഹസിച്ചോ അതുപോലെ പരിഹസിക്കാൻ പറ്റുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. വലാ യദ്ലിമു റബ്ബുക അഹദ. നമ്മുടെ റബ്ബ് നമ്മോട് അനീതി കാണിക്കുകയില്ല. ഇനി നമ്മളെ പരിഹസിക്കുകയാണ്, താടി കണ്ടാൽ പരിഹസിക്കുകയാണ്. എന്റെ ബാർബറിന്റെ അടുക്ക് പോകാൻ പണമില്ലേ? നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റിയാൽ അവർ പറയുകയാണ്, എന്താണ് വെള്ളപ്പൊക്കമാണോ? പരിഹസിച്ചോളൂ, നിങ്ങൾ പരിഹസിച്ചോളൂ, നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗമാണ്. നമ്മൾ ഈ ദുനിയാവിൽ വിഹരിക്കാൻ വന്ന ആളുകളല്ല, ദുനിയാവിൽ എല്ലാ ആസ്വാദനങ്ങളും കിട്ടാൻ വന്ന ആളുകളല്ല നമ്മൾ. നമുക്കൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി പണിയെടുക്കാൻ റബ്ബ് നമ്മളെ ഇവിടെ പടച്ചതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ പരിഹസിച്ചു കൊള്ളുക, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നാളെ നമ്മളും റബ്ബിന്റെ മുന്നിലെത്തും, നിങ്ങളും എത്തും. അന്നൊരു തീരുമാനമാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ സദുപദേശങ്ങൾ അത് കാര്യത്തിലെടുക്കുക, മുഖവിലക്കെടുക്കുക. എങ്കിൽ നമുക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഇതാ സഹോദരങ്ങളെ, ഈ റമളാൻ നമുക്ക് അവസരമാണ്. ഈ റമളാനിൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ, റമളാൻ കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ളത് പെരുന്നാളാണ്, സന്തോഷമാണ്, നമ്മൾ സന്തോഷിക്കുന്ന ദിവസമാണ്. അതുപോലെ റമളാൻ പോലെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാൾ പോലെ ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക.